ഞങ്ങളിപ്പോൾ നമ്മുടെ റോഡ് കോട്ടത്തറ റോഡ് ഉപരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസും എല്ലാവരും കൊണ്ടുകൂടി ഞങ്ങൾക്കിപ്പോൾ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ റോഡ് ഉപരോധിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഈ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും ഇനിയും ഈ റോഡിൽ നിങ്ങൾ ഇന്ന് വരെ എഗ്രിമെന്റ് വെച്ചിട്ടില്ല. ഞങ്ങൾ സാറേ ഓക്കെ അല്ല സാറിന്റെ കയ്യിലല്ലെങ്കിൽ ഇല്ല സാറേ, ഞങ്ങൾ എയിനെ ഇന്നലെ കണ്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം ഇവിടെ ജനങ്ങൾക്ക് ഈ കുഴിയിൽ വീണ് ചാവാനല്ല അട്ടപ്പാടിക്കാര്. ഇത് രോഷം കൊണ്ട് പറയാന്ന് ചിന്തിക്കുന്നത്. സാറ് ഫോൺ കട്ട് ചെയ്തിട്ട് പോകരുത്. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ റോഡിൽ ഞങ്ങൾ കിടക്കും. ഞങ്ങളുടെ മുകളിൽ കൂടെ വണ്ടി കയറുന്നവർ കിടക്കും. നല്ല റോഡിന് വേണ്ടി സമരവേദിയിൽ AIYF മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് യാത്രായോഗ്യമാക്കി പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് AIYF റോഡ് ഉപരോധിച്ചു. കോട്ടത്തറയിൽ നടന്ന ഉപരോധ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം VM ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കണമെന്ന സമരക്കാരുടെ ആവശ്യം പരിഗണിച്ച് കിഫ്ബിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുമായി ജനുവരി 16 എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ AIYF നേതാക്കളുമായി ചർച്ച ചെയ്യാമെന്ന ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. അനുവദിച്ച തുകയേക്കാൾ 10% കുറവിൽ വർക്ക് ഏറ്റെടുത്തെങ്കിലും കരാർ നടപടികളിലേക്ക് കടക്കാത്തത് ആരുടെ നിർദ്ദേശപ്രകാരമെന്ന് കമ്പനി ഉടമകൾ വ്യക്തമാക്കണമെന്ന് AIYF ആവശ്യപ്പെട്ടു. AIYF മണ്ഡലം സെക്രട്ടറി KC ഷിനോജൻ, പ്രസിഡന്റ് അലി അക്ബർ, ജില്ലാ കമ്മിറ്റി അംഗം CR രഞ്ജിത്ത്, ബാലു, വിഷ്ണുപ്രസാദ്, ഷാനവാസ്, മുരുകേഷ് ചെർനാലി, പ്രവീൺ, അനന്തു, വിഷ്ണു, സതീഷ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം C രാധാകൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറി D രവി, ലോക്കൽ സെക്രട്ടറി K കാർത്തിക്, അഗളി പഞ്ചായത്ത് അംഗം N ദിവ്യ, താജുദ്ദീൻ, മുരുകൻ, ഷഫീഖ്, സരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ അട്ടപ്പാടിയിലെ ജനങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എന്ത് കോട്ട കെട്ടി നിങ്ങൾ തകർത്താലും, പോലീസിനെ ഉപയോഗിച്ച് നിങ്ങൾ ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതിലൊന്നും തളരുന്നവരല്ല അട്ടപ്പാടിക്കാർ. അട്ടപ്പാടിക്കാർ മണ്ണിനോടും ഈ കാലാവസ്ഥയോടും വന്യമൃഗങ്ങളോടും പടവെട്ടി ഇവിടെ വരെ എത്തിയിട്ട് ഈ അട്ടപ്പാടിയിൽ ഇങ്ങനെ നെഞ്ചുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. റോഡ് എന്ന് പറയുന്നത് അട്ടപ്പാടിക്കാരുടെ ഒരു എന്താ പറയാ മൗലികാവകാശമാണല്ലോ. ഇവിടെ ഈ റോഡ് 10-15 ഏകദേശം 20 കൊല്ലമായിട്ട് ഈ അവസ്ഥ തന്നെയാണ്. അപ്പൊ നമുക്ക് ബസ് പണിക്കാർക്കും ജീവനക്കാർക്കും അതേപോലെ നാട്ടുകാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു സമരം കൊണ്ട് ഒരു റോഡ് റെഡിയാവുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. സമരം എന്താണെങ്കിലും തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ സമരങ്ങൾ തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ്. ഈ ചുരം കഴിഞ്ഞ് താഴോട്ടിറങ്ങിയാൽ എവിടെയും റോഡ് പണികളാണ്. നമ്മളൊക്കെ കൊതിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിനകത്ത് ഈ മണ്ഡലത്തിന് പുറത്ത് നല്ല രീതിയിൽ റോഡ് പണി നടക്കുക. നമ്മൾ പാലക്കാടേക്ക് പോകുമ്പോ ഒരു കുടുസ് വഴിയിലൂടെ കാഞ്ഞിരത്തെത്തുമ്പോ അതിമനോഹരമായ ഒരു റോഡ് നമുക്ക് കാണാം. ചിറക്കൽപ്പടിയിലേക്കുള്ള റോഡ്, ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ്. കോങ്ങാട് മണ്ഡലത്തിൽ കിഫ്ബിയുടെ ഫണ്ട് കൃത്യമായി ഉപയോഗിക്കപ്പെടുകയാണ്. 100 കോടിയിൽ പരം മണ്ണാർക്കാട് മണ്ഡലത്തിലെ ഈ പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന റോഡിന് കേരളം ഭരിക്കുന്ന LDF സർക്കാർ ഫണ്ട് കൊടുത്താലും ഇവിടെ മാത്രം പണി നടക്കുന്നില്ല. പ്രത്യേകിച്ച് ആനമൂളി മുതൽ ആനക്കെട്ടി വരെ ഒന്നും തന്നെ നടക്കുന്നില്ല. പ്രമുഖരായ ഈ രംഗത്ത് വർഷങ്ങളായി പരിചയമുള്ള വലിയ വലിയ കോൺട്രാക്ട് കമ്പനികൾ മത്സരിക്കുമ്പോ മനഃപൂർവ്വം 10% കുറച്ച് ടെൻഡർ നേടുകയും അതിനുശേഷം പണി നടത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കസാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് 10% കുറച്ച് ടെൻഡർ എടുത്ത് പണി നടത്താതിരിക്കുന്നത്? അവിടെയാണ് കളി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ച് നിങ്ങളുടെ പോലീസിനൊക്കെ സാന്നിധ്യത്തിൽ സംസാരിക്കുന്നു. അവര് ഇങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ അടിയന്തരമായിട്ട് ഈ കുഴികളുടെ വിഷയത്തിൽ ഈ കുഴികൾ ഇട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ വിഷയത്തിൽ എന്താണ് അവരുടെ തീരുമാനം ചോദിച്ചത്? എഞ്ചിനീയർ വർക്ക് ചെയ്തേ അവർ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് വെറുതെ വീട്ടിൽ തിന്നിട്ട് നടക്കാം. ജനങ്ങളൊക്കെ പട്ടികളെ വിചാരിച്ചോ? ഇപ്പോഴത്തെ ജനങ്ങള് İnkılap zindabad! İnkılap zindabad! Ya İnkılap zindabad!
സാറ് ഇവിടെ അട്ടപ്പാടി AIYF മണ്ഡലം സെക്രട്ടറിയാണ് വിളിക്കുന്നത്. ഞങ്ങളിപ്പോൾ നമ്മുടെ റോഡ് കോട്ടത്തറ റോഡ് ഉപരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസും എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ റോഡ് ഉപരോധിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഈ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും ഇനിയും ഈ റോഡിൽ നിങ്ങൾ ഇന്ന് വരെ എഗ്രിമെന്റ് വെച്ചിട്ടില്ല. ഞങ്ങൾ സാറേ ഓക്കെ അല്ല സാറിന്റെ കയ്യിലല്ലെങ്കിൽ ഇല്ല സാറേ, ഞങ്ങൾ AIനെ ഇന്നലെ കണ്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം ഇവിടെ ജനങ്ങൾക്ക് ഈ കുഴിയിൽ വീണ് ചാവാനല്ല അട്ടപ്പാടിക്കാര്. ഇത് രോഷം കൊണ്ട് പറയാന്ന് ചിന്തിക്കുന്നത്. സാറ് ഫോൺ കട്ട് ചെയ്തിട്ട് പോകരുത്. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ റോഡിൽ ഞങ്ങൾ കിടക്കും. ഞങ്ങളുടെ മുകളിൽ കൂടെ വണ്ടി കയറുന്നവർ കിടക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് സാറ് പറയാ എപ്പോൾ കുഴി അടയ്ക്കാൻ പറ്റും. ഈ കുഴി അടയ്ക്കണം സാറേ. സാറേ ഇപ്പൊ പറയുന്നത് കുമരംപുത്തൂരിൽ നിന്നുള്ള റോഡില് ടെൻഡർ കഴിഞ്ഞ റോഡിന്റെ കുഴി കിഫ്ബിയിൽ നിന്ന് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് അടച്ചിട്ടുണ്ട്. ആ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് നിങ്ങൾ കുഴി അടയ്ക്കൂ സാറേ. എഗ്രിമെന്റ് ആയില്ലെങ്കിൽ ഇനിയും PWD കൈ തന്നെയല്ലേ. ഞങ്ങൾക്ക് വേറെ റോഡില്ല. ഞങ്ങളുടെ ആംബുലൻസ് കൊണ്ട് റോഡായത്. ആംബുലൻസ് പോകുന്ന റോഡിൽ ജനങ്ങൾ മുഴുവൻ ഇതിന് അത്രയും രോഷമാണ്. കാരണം സാറ് പറയുന്നത് എഗ്രിമെന്റ് ആയില്ലെങ്കിൽ ഈ റോഡ് ഇപ്പോഴും PWD കയ്യിലല്ലേ. ഇല്ല സാറേ, എഗ്രിമെന്റ് ആയില്ലെങ്കിൽ ഇത് 6 റോഡാണ്. ഈ റോഡ് 6 റോഡാ സാറ് ഹയർ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ പിരിഞ്ഞു പോകണമെങ്കിൽ സാറ് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരണം. ഇതൊരു ചർച്ച നടത്താൻ വേണ്ടി ഞങ്ങളെ വിളിച്ചുകൊണ്ട് സാറിന്റെ അധികാരത്തിൽ ഉറപ്പാ ചോദിക്കുന്നത്. സാർ അട്ടപ്പാടി സാർ ഒരു മിനിറ്റ്. സാർ അട്ടപ്പാടിയിലെ PWD ഓഫീസ് വന്ന് AIയുടെ കൂടി ഇരുന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ചർച്ച ഏറ്റവും അടുത്ത ദിവസം നടത്താമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് പിരിഞ്ഞു പോവാം. എങ്ങനെ സാറേ? ഷൊർണൂർ ഓഫീസില് ഇപ്പൊ സാറ് പറയുന്നത് ഷൊർണൂർ ഓഫീസിൽ നമ്മൾ ചെല്ലണം സാറിനെ കാണാമെന്ന്. അതിന്റെ ആവശ്യമുണ്ടോ? സാർ ഇവിടെ വരണ്ടേ? സാറ് ഈ റോഡിന്റെ കൂടെ ആണല്ലോ. ഇല്ലല്ല സാറ് ഈ റോഡിന്റെ കൂടെ അല്ലേ. അപ്പൊ സാർ ഇവിടെ അട്ടപ്പാടി വരണം. ആണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. AIനെ കാട്ടിലും ഒരുപടി മുകളിലുള്ള ആള്. സാർ ഇവിടെ വരണം. സാർ ഇവിടെ ഞങ്ങളെ ഒന്ന് കാണാൻ വരാൻ കഴിയുമോ സാറിന്? ഓക്കെ, അപ്പൊ ഞങ്ങൾ ആ ഡേറ്റ് ഒന്ന് AIനോട് പറഞ്ഞ ശേഷം ഞങ്ങള് ഓക്കെ. പ്രിയമുള്ള ജനങ്ങളെ, സുഹൃത്തുക്കളെ, ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മജാക്കർ ഷൊർണൂർ ഓഫീസിൽ നിന്നാണ് സംസാരിച്ചത്. ആള് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ടെൻഡർ നടപടി ആയതുകൊണ്ട് ഈ റോഡിന്റെ വിഷയത്തിൽ PWDക്ക് ഇടപെടാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എഗ്രിമെന്റ് വെക്കാത്തത് കൊണ്ട് ഈ ഒരു കഷ്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ കിഫ്ബിയിൽ നിന്ന് ആള് വരട്ടെ, PWDയിൽ നിന്ന് ആള് വന്ന് ഇത് ഇൻസ്പെക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കുഴി അടയ്ക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റോഡ് ഒരുപാട് നേരം ഉപരോധിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ ഇനി ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് PWD ഓഫീസാണ്. ആ ഓഫീസിന്റെ പ്രവർത്തനം നടത്തില്ല. ഈ വന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മജാക്കർ സാറ് ഉടനെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ആളും രംഗസ്വാമി സാറും വന്നു കഴിഞ്ഞാൽ PWD ഓഫീസിൽ വെച്ചാണ് ഇതിന്റെ അടുത്ത തുടർ സമരം തീരുന്നില്ല. ഇപ്പോൾ ഒരു തീരുമാനമായത് PWD ആളുകളുമായിട്ട് PWD ഓഫീസ് വെച്ച് ചർച്ച നടത്താമെന്നാണ്. അതുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട, ജനങ്ങളുടെ ആവശ്യമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇപ്പൊ ഈ സമരം അവസാനിച്ച് PWD ഓഫീസിലേക്ക് മാറ്റിയതായി അറിയിക്കുന്നു. അട്ടപ്പാടിയിലെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് AIYF നടത്തിയ റോഡ് ഉപരോധ സമരം ഇപ്പോൾ PWD ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നടന്ന ചർച്ച ചെയ്ത് ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ടെൻഡർ നടപടി കഴിഞ്ഞെങ്കിലും എഗ്രിമെന്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഈ റോഡ് ദുരിത കയത്തിലാണ്. അതുകൊണ്ട് PWD ഓഫീസിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരും PWD ഉദ്യോഗസ്ഥരും ചേർന്ന് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി അടിയന്തരമായി ഈ മുക്കാലി മുതൽ ആനക്കട്ടി വരെയുള്ള റോഡിലെ കുഴികൾ അടയ്ക്കാൻ നടപടികൾ എടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിലും വലിയ സമരമുറകളുമായി AIYF മുന്നോട്ട് വരുമെന്ന് മാത്രമാണ് പറയുവാനുള്ളത്.